ഹായ് നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജെനറ്റിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് DNA. നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ലേ നമ്മുടെ പേരൻസിൽ നിന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്ന് ഒക്കെ നമ്മൾ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. ഇപ്പം സ്കിൻ കളർ ആണെങ്കിലും, ഐയുടെ ഷേപ്പ് ആണെങ്കിലും, ഇയർ ലോബിൻ്റെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്കിൻ കളറുണ്ട്, ഹെയർ കളറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വോക്കിംഗ് സ്റ്റൈല്, നമ്മുടെ വോയിസ്, നമ്മുടെ ഐസൈറ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. ഈ ഫീച്ചേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് DNA ആണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കോശങ്ങളില്ലേ, ബേസിക് സെൽ എന്ന് പറയുന്നത്. ഈ കോശത്തിനകത്തെ ന്യൂക്ലിയസിലാണ് DNA കാണുന്നത്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഞാനിപ്പം പറയുന്നില്ല, കാരണം അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോയിലാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ DNA കുറിച്ച് ജനറലായിട്ടുള്ള കുറച്ച് ഫാക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് DNA? DNA എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് കോഡാണ് അല്ലേ. അപ്പൊ എങ്ങനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു? DNA എന്ന് പറഞ്ഞാൽ സെല്ലിനകത്താണെന്ന് ഞാൻ വീണ്ടും പറയുവാണ്. അപ്പം നമ്മുടെ സെല്ലിനകത്ത് DNA ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീനിന്റെ രൂപത്തിലാണ്. അതായത് എന്താണ് DNAയും ജീനും? നമ്മൾ DNA എന്നും പറയും, ജീനെന്ന് പറയും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ ജീൻസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ജീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് ഓഫ് DNA ആണ്, DNAയുടെ ഒരു പാർട്ട് മാത്രമാണ്. ഇങ്ങനെ ഇന്റർവൈൻ ചെയ്താണ് നമ്മുടെ സെല്ലിൽ DNA ഇരിക്കുന്നത് കേട്ടോ. അതിൽ ഭയങ്കര സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്, ഞാൻ ചുമ്മാ പറയുന്നതുള്ളൂ. ജീനും DNA കൂടെ ഉള്ള വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന DNA ആണെങ്കിൽ ഇതിനകത്തെ ഓരോ ബീഡിനെയും ഓരോ ഈ മുത്തിനെയും നമുക്ക് ജീൻ എന്ന് പറയാം. അപ്പോൾ DNA എത്ര ലോങ് ആണോ അതിന് ഓരോരോ പാർട്ടാണ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ റെസിപ്പി ബുക്കിനെ നമ്മൾ DNA ആയിട്ട് നോക്കിയാൽ ആ റെസിപ്പീസിനെ എല്ലാം നമുക്ക് ജീൻ എന്ന് പറയാം. ഓക്കെ, എല്ലാ മനുഷ്യരുടെയും DNA ഫുള്ളി സിമിലർ ആണ്. ഓൾമോസ്റ്റ് 100 ഇല്ല, ബട്ട് 99.9% സിമിലാരിറ്റി ഉണ്ട്. ഓൺലി 0.1% മാത്രമേ ഡിഫറൻസസ് ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ DNA തമ്മിൽ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ DNA ആയിട്ട് സിമിലാരിറ്റി ഷെയർ ചെയ്യുന്നത് 98.8% ചിമ്പാൻസിക്ക് സിമിലാരിറ്റി ഉണ്ട്. ക്യാറ്റ്സിനൊക്കെ 85 to 90 ഉണ്ട് സിമിലാരിറ്റി. കൗസിനാണ് 80% ഉണ്ട്. എലികൾക്ക് 85% ഉണ്ട്. അതുപോലെ ഡോഗ്സ്, നായ്ക്കൊക്കെ 84% സിമിലാരിറ്റി. ഇത്രയും സിമിലാരിറ്റി ഉണ്ട്. DNA എല്ലാ ജീവികളിലും ഏകദേശം ഇത്രയും പെർസെൻറ്റേജ് സിമിലർ ആണ്. പ്ലാന്റ്സിലാണേലും ഇത്രയും സിമിലാരിറ്റി ഉണ്ട്. ബനാനായി നോക്കുവാണെങ്കിൽ നമ്മളുമായിട്ട് 60% സിമിലാരിറ്റി. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ. സോ ഇതൊക്കെയാണ് DNA കുറച്ച് ഫാക്ട്സ്. പിന്നെ ബിഫോർ വൈൻഡിങ് അപ്പ്, എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും വീഡിയോ കാണുന്നതിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഫ്യൂച്ചറിലും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുന്നതിന്, വീഡിയോ കാണുന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു.